ഹായ് എവരിബഡി, സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സം ഫങ്ഷനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സബ്ട്രാക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് എക്സലിൽ എങ്ങനെ ഓരോ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് നമ്പേഴ്സ് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാൻ എങ്ങനെ പറ്റുമെന്നാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ സമ്മിൽ ഒരു ഫംഗ്ഷൻ കണ്ടു, പക്ഷേ സബ്ട്രാക്ഷന് ഫങ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈക്വൽ ടു സൈൻ എടുക്കുക. സമ്മിൽ ആദ്യം കണ്ട മാതിരി തന്നെ നമ്മളൊരു നമ്പർ അടിച്ചു കൊടുക്കുക. മൈനസിനിടാനായിട്ട് ഇങ്ങനെ, അതായത് നമ്മൾ ഹൈഫൺ ഇടുന്ന മാതിരി ഒരു സിമ്പിളാണ്. അപ്പം അതിട്ടിട്ട് അടുത്ത നമ്പർ കൊടുക്കുക, 98 എൻ്റർ അടിക്കുക. അപ്പോൾ ഉണ്ട് ഇവിടെ മൈനസ്, കാരണം ആദ്യത്തെ നമ്പർ കൊടുത്തത് ഇവിടെ നോക്കുമ്പോൾ കാണാം 56 മൈനസ് 98 ആണ് കാണിച്ചത്. അപ്പോൾ -42 ആണ് കിട്ടുന്നത്. വേറൊരെണ്ണം കാണിച്ചു തരാം ഞാൻ. ഈക്വൽ ടു ഇടുക, 75 മൈനസ് 20 എൻ്റർ ചെയ്യുക, 55. കണ്ട, അങ്ങനെ മൈനസ് ചെയ്യാം. ഇനി രണ്ടിൽ കൂടുതൽ നമ്പർ വേണമെങ്കിൽ ഈക്വൽ ടു 85 മൈനസ് 32 മൈനസ് 10 എൻ്റർ ചെയ്യുക. കണ്ട, ഇപ്പോൾ 43. അപ്പോൾ എത്ര നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, എന്നാൽ മൈനസ് ഇട്ടിട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് മൈനസ് ഇട്ടിട്ട്, മൈനസുള്ളത് നമ്മുടെ കീബോർഡിൽ റൈറ്റ് സൈഡിൽ നമ്പർ കീസിൻ്റെ മുകളിലായിട്ട് കോർണറിൽ നമുക്ക് മൈനസിന് പ്ലസ് കീയുടെ മുകളിലായിട്ട് നമുക്ക് മൈനസ് കീ കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി കൂടുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേവിടെ എ എന്ന് പറഞ്ഞൊരു സെക്ഷൻ, ബി എന്ന് പറഞ്ഞൊരു സെക്ഷൻ, എ മൈനസ് ബി. അതായത് എയിൽ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബിയിലും കുറച്ച് നമ്പേഴ്സ് കൊടുത്ത് മൈനസ് ചെയ്യാനായിട്ട്. ഉണ്ടാ, ഇവിടെ എ മൈനസ് ബി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. നമ്മളെന്താണ് ചെയ്തത്, ഈ സെൽ അഡ്രസ്സ് പറയുക ചെയ്ത്. ഒന്നുകിൽ മൗസ് ഉപയോഗിച്ച് ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡ് ഏത് സൈഡിലേക്കാണ് പോകേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ഉണ്ടാ, കീബോർഡിൽ കൂടെ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് മൈനസ് പ്രസ് ചെയ്തിട്ട് അടുത്ത ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക, അടുത്ത അഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ B3 മൈനസ് C3 എൻ്റർ ചെയ്യുക. കണ്ട, അങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം. ഈക്വൽ ടു പ്രസ് ചെയ്യാം, മൗസിൽ കൂടെ ക്ലിക്ക് ചെയ്യുക ഈ അഡ്രസ്സ് കൊടുക്കാനായിട്ട്. കണ്ട, ക്ലിക്ക് ചെയ്യുക ആ അഡ്രസ്സിൻ്റെ മുകളിൽ മൈനസ് ബട്ടൺ കൊടുക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക. കണ്ട, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മൈനസ്. ഇനി നമുക്ക്, ഞാൻ എളുപ്പം പറഞ്ഞിട്ടുണ്ട്, ഈ ഫോർമുല തന്നെ താഴോട്ട് കോപ്പി ചെയ്യാനുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു. അതിനായിട്ട് ഈ സെല്ലിൻ്റെ കോർണറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ പ്ലസ് സൈൻ കിട്ടുമ്പോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴത്തോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫോർമുല മറ്റുള്ളതിലേക്ക് അപ്ലൈ ആവും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സബ്ട്രാക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് സബ്ട്രാക്റ്റിന് പ്രത്യേകിച്ച് ഫങ്ഷൻസോ ഇതൊന്നുമില്ല, ഇങ്ങനെയാണ് ചെയ്യുക. ഇനി വേറൊരു ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതിലുള്ള ടോട്ടലും ഇതിലുള്ള ടോട്ടലുകളും തമ്മിൽ മൈനസ് ചെയ്യണം. അതായത് എ എന്ന് പറഞ്ഞ സെക്ഷൻ, ഇത്രയും സെക്ഷനിൽ ടോട്ടൽ എത്രയാണ് അത് കണ്ടുപിടിച്ചിട്ട് ഈ ബിയിലുള്ള ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ രണ്ട് ടോട്ടലും കൂടി മൈനസ് ചെയ്യണം എനിക്ക്. മനസ്സിലായോ? അതിന് ചെയ്യാൻ ആദ്യം സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ സോം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഓട്ടോ സോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അത്രയും ഇത്
കാൽക്കുലേറ്റ് സം ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ സെൽ അഡ്രസ്സ് തൊട്ട് മറ്റ് അടുത്ത സെൽ അഡ്രസ്സ് വരെ എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കിട്ടി. ഇനി ഈ ഫോർമുല ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതിയല്ലോ. ഈ ഫോർമുല ഇങ്ങോട്ട് കോപ്പി ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ടോട്ടൽ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഈ സെൽ അഡ്രസ്സ് കാണിക്കുക മൈനസ് ഈ സെൽ അഡ്രസ്സ് കാണിക്കുക, എൻ്റർ ചെയ്യുക. കണ്ട 846 മനസ്സിലായ. ഇനി വേറൊരു മെത്തേഡിൽ ഞാൻ കാണിച്ചു തരാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സമ്മ് മൈനസ് ഇതിൻ്റെ സമ്മാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ സമ്മ് മൈനസ് ഇതിൻ്റെ സമ്മ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സം ചെയ്യാൻ എന്താ ചെയ്തത്, ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടം തുടങ്ങി ഇവിടം വരെ കാണിച്ചു അല്ലേ. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സമ്മായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈനസ് ക്ലിക്ക് ചെയ്യുക. കണ്ട, മൈനസ് കൊടുക്കുക. മൈനസ് കൊടുത്തിട്ട് പിന്നെയും ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇവിടം തുടങ്ങി ബിയിൽ ഇവിടം തുടങ്ങി ഇവിടം വരെ അല്ലേ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ട, അപ്പോൾ എയുടെ സമ്മ് ഇത് എന്ന് പറയണത് എയുടെ സമ്മ് മൈനസ് ഇത് എന്ന് പറയണത് ബിയുടെ സമ്മ്. എൻ്റർ ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 846 കറക്റ്റ്. കണ്ട, നേരത്തെ നമ്മളിവിടെ കണ്ടുപിടിച്ച ഇവിടെ നിന്നുള്ള ടോട്ടലും ഇവിടെ നിന്നുള്ള ടോട്ടലും ഇവിടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തു. ആ റിസൾട്ടിനെ നമുക്ക് ഇവിടെയും കാണാം. അതാണ് സമ്മ് B3 മുതൽ B8 വരെ മൈനസ് സം C3 മുതൽ C8 വരെ. അങ്ങനെ നമുക്ക് മൈനസ് നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് സബ്ട്രാക്റ്റിനെ കുറിച്ച് എക്സലിൽ ഉള്ളത്. അപ്പോൾ ഈ സബ്ട്രാക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.